തെരഞ്ഞെടുപ്പ് വന്നാലും എറണാകുളം കൈവിട്ട് കളയില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. എന്നാൽ മുഖം മാറുന്ന മെട്രോ നഗരം പലപ്പോഴായി LDF-നൊപ്പം നിന്നിട്ടുമുണ്ട്. 14 തവണ UDF-ഉം 5 തവണ LDF-ഉം വിജയം കാഴ്ചവെച്ച എറണാകുളം കേരളപ്പിറവിക്ക് മുൻപും ശേഷവുമായി 2 ഉപതെരഞ്ഞെടുപ്പടക്കം 19 തവണയാണ് ലോക്സഭയിലേക്കുള്ള പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. എല്ലാ തവണയും UDF രംഗത്തിറക്കിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയായിരുന്നു. എന്നാൽ LDF ആകട്ടെ വിജയത്തിലേറിയ 5-ൽ 4-ലും സ്വതന്ത്രരിലൂടെയാണ് മണ്ഡലം സ്വന്തമാക്കിയത്. എറണാകുളം, കൊച്ചി, തൃപ്പൂണിത്തറ, വൈപ്പിൻ, പറവൂർ, കളമശ്ശേരി, തൃക്കാക്കര എന്നിവയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. എറണാകുളം, തൃപ്പൂണിത്തറ, പറവൂർ, തൃക്കാക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ഉം കൊച്ചി, വൈപ്പിൻ, കളമശ്ശേരി എന്നിവിടങ്ങളിൽ LDF-ഉമാണ്. A കൊച്ചുണ്ണി മാസ്റ്ററെ 70,324 വോട്ടിന് തോൽപ്പിച്ച് 1984-ലായിരുന്നു KV തോമസിന്റെ കന്നിജയം. 1989, 1991, 2009, 2014 വർഷങ്ങളിലും അദ്ദേഹം മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചു. 2009-ൽ CPM-ലെ സിന്ധു ജോയിയോട് ഏറ്റുമുട്ടിയപ്പോൾ വെറും 11,790 വോട്ടിനാണ് KV തോമസ് കടന്നുകൂടിയത്. എന്നാൽ 2014-ലെ മത്സരത്തിൽ അദ്ദേഹം ഭൂരിപക്ഷം 87,047 ഉയർത്തുകയും ചെയ്തു. മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജോർജ് ഈഡന്റെയും മകൻ ഹൈബി ഈഡന്റെയും പേരിലാണ്. ചരിത്ര ഭൂരിപക്ഷത്തോടെ നേടിയ വിജയം തന്നെയാണ് ഹൈബിയെ വീണ്ടും രംഗത്തിറക്കാൻ UDF-നെ പ്രേരിപ്പിച്ചതും. LDF-ന് പാർട്ടി ചിഹ്നത്തിലെ CPM-ന്റെ ആദ്യത്തെയും അവസാനത്തെയും വിജയം 1967-ൽ വി വിശ്വനാഥ മേനോന്റേതാണ്. 1967-നു ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF-ന് 1/4 നൂറ്റാണ്ടോളം കാത്തിരിക്കേണ്ടി വന്നു. 1980-ൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച സേവ്യർ അറക്കൽ പിന്നീട് 1996-ൽ സ്വതന്ത്രനായെത്തി KV തോമസിനെ അടിയറവ് പറയിച്ചാണ് LDF-ന് വിജയം നേടിക്കൊടുത്തത്. 15 വർഷം മുമ്പ് കൈവിട്ടുപോയ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിൽ ചില പുതുതന്ത്രങ്ങളാണ് LDF പാറ്റുന്നത്. പാർട്ടി ചിഹ്നത്തിൽ നഗരപരിധിക്ക് പുറത്തുനിന്ന് വനിതാ സ്ഥാനാർത്ഥിയെ ഇറക്കിയാണ് ഇത്തവണത്തെ LDF പരീക്ഷണം. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ നിന്ന് അധ്യാപക സംഘടനാ നേതാവായ KJ ഷൈനിനെ സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയതിൽ മുന്നണിക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട് എന്നത് പറയാതെ വയ്യ. എന്നാൽ 15 വർഷമായി മണ്ഡലം കൈവശം വെച്ചിരുന്ന UDF-ന് ഇത്തവണയും ആത്മവിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും ഒട്ടും കുറവില്ലതാനും. അൽഫോൺസ് കണ്ണന്താനം കഴിഞ്ഞ തവണ നേടിയ 1,37,749 വോട്ടിൽ നിന്ന് വിഹിതം വർദ്ധിപ്പിക്കാനാകുമോ എന്നതാണ് BJP-യുടെ നോട്ടം.